ജസാക്കുമുല്ലാഹു ഖൈർ. സ്റ്റാർട്ട് ചെയ്തോളൂ. رب زدنا علما اللهم فقهنا في الدين اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا إن الحمد لله نحمده ونستعينه من يهده الله فلا مضل له ومن يضلل الله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. സ്വർഗത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പം നമ്മൾ നമ്മളെ നിയത്തിനെ നന്നാക്കുക, ഒന്ന് പുതുക്കുക. ഈ ഇരിക്കുന്ന ഇരുത്തം ആരും വേസ്റ്റായി പോവാന് അനുവദിക്കരുത്. നിയത്തിനെ പുതുക്കി അള്ളാഹു തആലന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഇവിടെ ഇരിക്കാൻ നോക്കാം ഇൻഷാ അല്ലാഹ്. നമുക്കിന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവും അദ്ദേഹം എന്തുകൊണ്ടായിരുന്നു ക്ഷമയുടെയും ഈമാനിന്റെയും ഒരു ഉത്തമ ഉദാഹരണമായി മാറിയതെന്ന് നോക്കാം. അപ്പം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കഥ. സുബ്ഹാനല്ലാഹ്, കുറെ പാഠങ്ങളുള്ള ഒരു കഥയാണ് അല്ലെ. നമ്മൾ പണ്ട് മുതലേ കേട്ട് വളർന്ന ഒരു കഥയായിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരുടെ കഥ വെറും ഒരു കഥയല്ല, അതെന്താണ്, നമുക്കുള്ള പാഠാണ് അല്ലെ. അതിൽ കുറെ ലെസൺസ് ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ പകർത്താന് ധാരാളം മാതൃകകൾ അതിലുണ്ട് അല്ലെ. അപ്പം നമ്മൾ ഇന്ന് ഈ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം വായിക്കുമ്പോൾ അത് കേൾക്കുമ്പം അതൊരു കഥയായി കേൾക്കാതെ നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെ ലെസൺസ് ഉണ്ട് എന്ന് നോക്കിയിട്ട് ഇൻഷാല്ല അത് പകർത്താൻ നോക്കാം ഇൻഷാല്ല. ഓസ് ദേശത്തായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം ഉണ്ടായിരുന്നത്. അദ്ദേഹം വളരെ നിഷ്കളങ്കനും ഭക്തനുമായ ഒരു മനുഷ്യനായിരുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞാല് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ ഉണ്ടായിരുന്ന ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തിന് നല്ലൊരു കുടുംബം ഉണ്ടായിരുന്നു. ഭയങ്കര ധനികനായിരുന്നു. വമ്പിച്ച സ്വത്തും അള്ളാഹു തആല അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്നു. പിന്നെ ധാരാളം സന്താനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കുറെ കാറ്റിൽസ്, അതായത് ആട്, മാട്, ഒട്ടകം, കാള, കഴുത, അങ്ങനെ കുറെ കൂലിക്കാരൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാം യാതൊരു ദുഷ്ടപ്രവൃത്തിയും പാപവും ചെയ്തിരുന്നില്ല. അപ്പൊ എല്ലാം കൊണ്ടും നല്ല ഒരാളായിരുന്നു. അദ്ദേഹത്തിന് അള്ളാഹു തആല എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയിരുന്നു. അങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ പരീക്ഷണം തുടങ്ങി. എങ്ങനെയാണ് തുടങ്ങിയത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ പാപം കൊണ്ടല്ല അള്ളാഹു അദ്ദേഹത്തിനെ പരീക്ഷിച്ചത്, മറിച്ച് അദ്ദേഹത്തിന്റെ പദവി ഉയർത്താൻ വേണ്ടിയാണ് അള്ളാഹു തആല അദ്ദേഹത്തെ പരീക്ഷിച്ചത്. പ്രവാചകന്മാരാണ് മനുഷ്യരിൽ വെച്ച് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടതെന്ന് നമുക്കറിയാലോ. എല്ലാ പ്രോഫറ്റ്സിന്റെ സ്റ്റോറീസ് എടുത്താലും നമുക്കറിയാം ഓരോ പ്രവാചകന്മാരും എത്രത്തോളം പരീക്ഷണങ്ങൾ നേരിട്ടിട്ടാണ് ആ ഒരു ദർജയിൽ എത്തിയതെന്ന്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓരോന്നായി അള്ളാഹു തആല അയ്യൂബ് നബിയുടെ അനുഗ്രഹങ്ങൾ നീക്കി. കൂലിക്കാരൊക്കെ കൊല്ലപ്പെട്ടു. എത്രയോ കണക്കിന് കൂലിക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ കൊല്ലപ്പെട്ടു. ധാരാളം മക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ മക്കളൊക്കെ മരണം അടഞ്ഞു. അങ്ങനെ പലതും. പക്ഷെ അദ്ദേഹം ക്ഷമകേട് കാണിച്ചിട്ടില്ല. നന്ദിയുടെ വാക്യമല്ലാതെ അദ്ദേഹം ഉച്ചരിച്ചിട്ടില്ല. എല്ലാം അള്ളാഹു തന്നത് അവൻ തന്നെ എടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് സമാധാനിച്ചു. കുറച്ചു കഴിഞ്ഞപ്പം ശരീരത്തിനും കേടുപറ്റി. അദ്ദേഹത്തിന് വലിയൊരു രോഗം ബാധിച്ചു. വമ്പിച്ച രോഗം ബാധിച്ചു. അപ്പൊ ബന്ധുക്കളൊക്കെ ഉപേക്ഷിച്ചു കളഞ്ഞു അദ്ദേഹത്തിന്. എന്നിട്ടും ആക്ഷേപത്തിന്റെയോ വേവലാതികൾ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ആത്മാവിൽ ദൃഢവിശ്വാസവും ഹൃദയത്തിൽ സഹനവും നാവിൽ നന്ദിയുടെ വാക്യങ്ങളും സ്ഥലം പിടിച്ചിരുന്നു. വേദനയുടെയും ഞെരുക്കത്തിന്റെയും ഉപദേശ രത്നങ്ങളായിരുന്നു. അദ്ദേഹത്തിന് ഫസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു.
എല്ലാം കൊണ്ട് അള്ളാഹു തആല അനുഗ്രഹിച്ചിരുന്നു. പിന്നെ എന്താണ്, അദ്ദേഹത്തിന്റെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഓരോന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോയി. എന്താണ്, മക്കള്. നമുക്കറിയാം, നമുക്ക് നമ്മളെ മക്കളെ സുബ്ഹാനല്ലാഹ് എത്ര ഇഷ്ടമാണല്ലേ. നമുക്ക് എന്താണ്, നമുക്കത് മക്കളില്ല ഉണ്ടായിരിക്കറിയാം, എന്താണ് മക്കളില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും, ചെറിയ കുട്ടികള്. എന്നാലെന്താണ്, മക്കളെന്ന് പറയുന്നത് ഏതൊരു മാതാപിതാക്കൾക്കും വല്ലാത്തൊരെന്താണ് അടുപ്പം, എന്താണ് സ്നേഹമൊക്കെ ഉള്ള ആളാണ്. ആ മക്കളിൽ നിന്ന് ഒരാൾ മരിച്ചു പോയാൽ സുബ്ഹാനല്ലാഹ് നമ്മളെ അവസ്ഥ എന്തായിരിക്കും? അപ്പം നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്, അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ എല്ലാ മക്കളും എന്താണ് മരിച്ചുപോയി. എന്നിട്ടും എന്താണ് സബർ ചെയ്തു. ആ പരീക്ഷണത്തിൽ എന്താണ് നല്ല രീതിയിൽ നിന്നു അല്ലെ. പിന്നെന്താണ്, മക്കളില്ല. അദ്ദേഹത്തിന് എല്ലാം എന്താണ് സൗകര്യങ്ങളോട് കൂടിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ധനം മുഴുവനും നഷ്ടപ്പെട്ടു അല്ലെ. പിന്നെ ഒരാൾക്ക് എന്താണ് ഏറ്റവും വലിയ എന്താണ്, അയാളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു. കുറേ കാലം രോഗത്തിലായി ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്താണ് അദ്ദേഹം ക്ഷമിച്ചു, നന്ദിയുടെ വാക്കുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു അല്ലെ. അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ അദ്ദേഹത്തിന് ഉപേക്ഷിച്ചു. ആകെ ഉണ്ടായിരുന്നത് ഭാര്യ മാത്രമായിരുന്നു അദ്ദേഹത്തിനെ പരിചരിക്കാൻ. ബാക്കി എല്ലാരും അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചു കളഞ്ഞു. കുറെ ആൾക്കാർ എന്താണ് ഈ കുടുംബക്കാരെന്നെ പറയാൻ തുടങ്ങി, ഇദ്ദേഹത്തിന് എന്താണ് ഇത്രയും കാലം ഇത്രയും വലിയ രോഗം കീഴ്പ്പെട്ടത് അള്ളാഹു തആല എന്താണ് അയ്യൂബ് നബീനെ ശിക്ഷിക്കുന്നതായിരിക്കും, അദ്ദേഹം എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടാവുന്നൊക്കെ ആൾക്കാർ പറയാൻ തുടങ്ങി. നമുക്ക് മനസ്സിലാക്കാം, സൂറ അംബിയായില് 83-ാമത്തെ ആയത്തില് പറയുന്നുണ്ട്, അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബിനെയും ഓർക്കുക, തന്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ച സന്ദർഭം, എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, നീ കാരുണികരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവനാണല്ലോ എന്ന്. അപ്പം ഇതിൽ അന്നി മസ്സനിയ ദുർറു, അതിൽ പറയുന്നത് എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു എന്നാണ്. ഈ വാചകത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ വിപത്തുകളുടെയും വർത്തമാനം അടങ്ങിയിരിക്കുന്നു. അതായത് അദ്ദേഹത്തിന് ബാധിച്ച എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നു. പിന്നെ അദ്ദേഹം എന്താണ് പറഞ്ഞത്? നീ എന്നെ കഷ്ടപ്പെടുത്തിയല്ലോ, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത്? എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹം എത്ര വിനയത്തോടെയാണ്, മര്യാദയോടെയാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അതിൽ തന്നെ നമുക്ക് കുറെ എന്താണ് മാതൃകയുണ്ട് അല്ലെ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഒരു ആപത്തോ വിപത്തോ എന്തെങ്കിലും സംഭവിച്ചാല് നമ്മളെ റിയാക്ഷൻ എന്താണ്? നമ്മളെ വാക്ക് എന്തായിരിക്കും ഫസ്റ്റ് വരുന്നത്? നമ്മൾ ഇങ്ങനെയായിരിക്കോ പറയുന്നത്? സുബ്ഹാനല്ലാഹ്. പിന്നെന്താണ് അതിൽ പറയുന്നത്? അൻത അർഹമുർ റഹീമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവരാണെന്ന്. അപ്പം കുറെ കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ എന്താണ് സന്ദേശം എത്തുന്നു, അതായത് പരീക്ഷണ ഘട്ടം അവസാനിക്കുന്നു പറഞ്ഞിട്ട്, കഷ്ടതകളൊക്കെ നീങ്ങിപ്പോകുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ നിലയെല്ലാം മാറി, സമ്പത്തുകൾ ഇരട്ടിച്ചു, ബന്ധുമിത്രാദികൾ ചുറ്റും വന്നുകൂടി, പലരും സ്വർണവും മറ്റും സമ്മാനിച്ചു, മക്കള് വീണ്ടും ജനിച്ചു, അതിസുന്ദരികളായ പുത്രികളും ഉണ്ടായി. പിന്നീട് അദ്ദേഹം എന്താണ് 140 കൊല്ലം ജീവിക്കുകയും 4 തലമുറയിലുള്ള മക്കളെ കാണുവാൻ സാധിക്കും. ഇതൊക്കെ എന്താണ്, എല്ലാം വീണ്ടും കിട്ടി. ആരോഗ്യം കിട്ടി, സമ്പത്ത് കിട്ടി, മക്കള് കിട്ടി. അദ്ദേഹത്തിന് എന്താണ് ഉപേക്ഷിച്ചവരൊക്കെ തിരിച്ചു വന്നു. ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചത്? അവിടെ ആകത്തുക എന്താന്ന് വെച്ചാല് റഹ്മതം മിൻ ഇൻദിന, നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം ഒന്ന് മാത്രം. അതായത് അല്ലാഹു തആലയുടെ കരുണ കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്. എന്തുകൊണ്ടെന്നാൽ അത് ഈ അപേക്ഷ ലഭിക്കുന്നതിന് അയ്യൂബ് അലൈഹിസ്സലാം യാതൊരു അവകാശവാദമോ ന്യായവാദമോ ഹാജരാക്കിയിട്ടില്ല. അതായത് അദ്ദേഹം എന്താണ് പറഞ്ഞത്? നീ കരുണ ചെയ്യുന്നവരിൽ വെച്ച് അധികം കരുണ ചെയ്യുന്നവനാണ്. അങ്ങനെ മാത്രമാണ് അദ്ദേഹം ന്യായം സമർപ്പിക്കാനുണ്ടായിരുന്നുള്ളൂ. നമ്മളാണെങ്കിൽ പറയട്ടെ, യാ അല്ലാഹ്, നമുക്ക് ഇന്നലെ അതുണ്ടായിരുന്നല്ലോ, ഇന്നില്ലല്ലോ. നമ്മൾ എപ്പോഴും എന്താണ് തിങ്ക് ചെയ്യുന്നത്? ഇത് എനിക്ക് ഡിസേർവിങ് ആണ്, എന്താ നീ അതെനിക്ക് നീക്കിയത്. അങ്ങനെയൊക്കെയാണ് നമ്മളെ മെന്റാലിറ്റി.
ഒരു ദിവസം എന്താണ് സുഖമില്ലെങ്കിൽ അല്ലാ എനിക്ക് സുഖമില്ലല്ലോ, അങ്ങനെയല്ല നമ്മൾ തിങ്ക് ചെയ്യാറുള്ളത്. അപ്പം ഇതിലൊക്കെ എന്താണ് അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ മാതൃകയുണ്ട്. രോഗം ബാധിച്ചപ്പോ ഒക്കെ എന്താണ് അദ്ദേഹത്തിന് ആരോഗ്യം ഉണ്ടായിരുന്ന സന്ദർഭത്തില് എന്താണ് അതിന് ശുക്ർ ചെയ്തു, നന്ദി ചെയ്തു. രോഗം ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് സബർ ചെയ്തു, അല്ലെ? പിന്നെ കാരുണ്യത്തെ മുൻനിർത്തി കാരുണ്യത്തിനപേക്ഷിക്കുമ്പോൾ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും കാരുണ്യവാനായുള്ളവന്റെ കാരുണ്യം വർഷിക്കാതിരിക്കുമോ? അതിനു പുറമെ മറ്റൊരു അനുഗ്രഹം കൂടി അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് ഈ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ഈ ഒരു കഥയില് എന്താണ് വിശ്വാസികൾക്ക് എന്നെന്നും സ്മരിക്കത്തക്ക ഒരു പാഠം കൂടി അതിലുണ്ട്. ഈ കഥ എന്തിനാണ് നമുക്ക് അള്ളാഹു തആല ഖുർആനിലൊക്കെ പറഞ്ഞു തരുന്നത്? അതായത് നമ്മളെ പ്രയാസഘട്ടത്തില് നമ്മൾ എങ്ങനെയായിരിക്കണം അതിനുള്ള ഒരു മാതൃകയാണ്, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് മുശ്രിക്കുകളുടെ ഇതിലൊക്കെ കഷ്ടത അനുഭവിക്കുമ്പം അള്ളാഹു തആല ഒരു റിലീഫ് എന്ന രീതിയിലാണ് ഈ എന്താണ് പ്രവാചകന്മാരുടെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തത്, അല്ലെ? സൂറ സ്വാദില് 44-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, ഇന്നാ വജദ്നാഹു സ്വാബിറൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. തീർച്ചയായും അദ്ദേഹത്തിനെ ക്ഷമാശീലനായി കണ്ടു, വളരെ നല്ല ദാസൻ, തീർച്ചയായും അദ്ദേഹം ഏറെ ഖേദിച്ചു മടങ്ങുന്നവനാകുന്നു. സുബ്ഹാനല്ലാഹ്, ഈ ഒരു ആയത്ത് നോക്കിയ അള്ളാഹു തആല എന്താണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പറയാണ് എന്താണ് അദ്ദേഹം ക്ഷമാശീലനായിട്ട് കണ്ടു അദ്ദേഹത്തിനെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു ഭാഗ്യാണ്. സുബ്ഹാനല്ലാഹ്, ആപത്തുകളിലും എന്താണ് പരീക്ഷണങ്ങളിലും അയ്യൂബ് അലൈഹിസ്സലാം പ്രദർശിപ്പിച്ച ക്ഷമയും അദ്ദേഹം കൈക്കൊണ്ട നിലപാടും എന്തായിരുന്നുവെന്നും ഈ പരീക്ഷണം അദ്ദേഹത്തിന് അള്ളാഹുവിലുള്ള സ്ഥാനം ഉന്നതമായി തീരുവാന് എത്രമാത്രം കാരണമായെന്നും കാണിക്കുന്ന ഒരു മഹത്തായ സാക്ഷിപത്രമാണ് ഈ ആയത്തിൽ നമ്മൾ കണ്ടത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ഇതിൽ കുറെ എന്താണ് നമുക്ക് മാതൃകയുണ്ട്, അല്ലെ? നമ്മൾ വിശ്വാസികളാണെന്ന് പറയുന്നുണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ആ വിശ്വാസികളായ നമ്മൾക്ക് ഇതിൽ എന്തൊക്കെ പാഠങ്ങൾ ഉണ്ട് എന്ന് ഒന്ന് നോക്കാം. ഒന്നാമത്തേതായിട്ട് തന്നെ നമുക്ക് പരീക്ഷണങ്ങൾ എന്താണ് വരുന്നത് ഈമാനിന്റെ ഒരു ഭാഗമാണ്, അല്ലെ? നമുക്കറിയാം പ്രവാചകന്മാർക്ക് എത്രയോ ഈമാനുണ്ട്, നല്ലൊരു എന്താണ് ഹൈ ലെവൽ ഈമാനുണ്ട്. അതിന്റെ അളവിനനുസരിച്ചാണ് അവരെന്താണ് അള്ളാഹു തആല പരീക്ഷിച്ചത്. പക്ഷെ എന്താണ് നമുക്ക് എന്തായാലും ആ ഒരു ലെവൽ ഈമാൻ ഇല്ല. അപ്പം നമ്മൾക്ക് എത്രയാണ് ഈമാൻ ലെവലുള്ള അതിനനുസരിച്ച് മാത്രമാണ് നമ്മളെ പരീക്ഷിക്കുന്നുള്ളത്. നമുക്ക് എന്തായാലും ആ പ്രവാചകന്മാര് പരീക്ഷിച്ച പോലെ പരീക്ഷണമൊന്നും കിട്ടൂല. അപ്പം നമ്മൾ എന്താണ് നമ്മൾ പരീക്ഷണങ്ങൾ എന്തെങ്കിലും വന്നാല് മനസ്സിലാക്കേണ്ടത് നല്ല ഉള്ളവരെയാണ് അള്ളാഹു തആല കൂടുതൽ പരീക്ഷിക്കുന്നത്. പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അള്ളാഹു തആല നമ്മളുടെ എന്താണ് ദറജയാണ് ഉയർത്തുന്നത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മളൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? അൽഹംദുലില്ലാഹ്, അള്ളാഹു തആലക്ക് എന്നെ ഇഷ്ടാണ്, അല്ലെ? എന്റെ ഈമാന് പരീക്ഷിക്കുന്നതാണ്. ഇതിൽ ഞാൻ എന്താണ് അള്ളാഹു തആലന്റെ പരീക്ഷണത്തിൽ വിജയിക്കണം, അല്ലാതെ അള്ളാഹു തആലയ്ക്ക് അടുക്കണം. അല്ലാതെ അത് അള്ളാഹു തആല എന്താണ് എന്നെ പരീക്ഷിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, അങ്ങനെയൊന്നുമല്ല തിങ്ക് ചെയ്യേണ്ടത്, അല്ലെ? അൽഹംദുലില്ലാഹ്, അള്ളാഹ്ക്ക് എന്നെ ഇഷ്ടമായത് കൊണ്ടല്ലേ അള്ളാഹ് എന്നെ പരീക്ഷിച്ചത്. അങ്ങനെ ആയിരിക്കണം നമ്മളുടെ മനോഭാവം, അല്ലെ? വിശ്വാസികള് എന്താണ് ഫസ്റ്റ് തിങ്ക് ആക്കേണ്ടത്? പരീക്ഷണങ്ങൾ എന്താണ് ഈമാനിന്റെ ഒരു ഭാഗമാണ്, അല്ലെ? പിന്നെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ക്ഷമിക്കണം, അല്ലെ? ക്ഷമയാണ് ഏറ്റവും വലിയ കരുത്ത്. സുബ്ഹാനല്ലാഹ്. നമ്മള് ഏതൊരു പ്രയാസം വന്നാലും നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഇത് ഞാൻ ക്ഷമിക്കും. എന്താണ് ക്ഷമ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഫസ്റ്റ് തന്നെ നോ നെഗറ്റീവ് റിയാക്ഷൻ. നമ്മൾ എന്താണ് ഒരു കംപ്ലൈന്റും ചെയ്യാതെ, പരാതി പറയാതെ, നന്ദി കേടിന്റെ വാക്കുകൾ ഉപയോഗിക്കാതെയാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്. മോസ്റ്റ്ലി നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഇപ്പൊ നമ്മൾ എന്താണ് നമ്മളെ അടുത്ത് ആരെങ്കിലും മരിച്ചു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എന്താണ് വലിയൊരു ആപത്ത് വന്നു നമുക്ക്. അപ്പൊ നമ്മൾ എന്താണ് ഫസ്റ്റ് എല്ലാം നെഗറ്റീവ് റിയാക്ഷനും കൊടുത്തു,
പിന്നെ നന്ദികേടിന്റെ വാക്കുകൾ പറഞ്ഞു, അട്ടഹസിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായി, ഇത് അള്ളാഹിന്റെ എന്താണ് വിധിയാണ്, ഇതിനെനിക്ക് ക്ഷമിച്ചേ പറ്റുന്നു. അങ്ങനെയല്ല നമ്മളുടെ ക്ഷമ ആവേണ്ടത്. നമ്മളുടെ ക്ഷമ എന്താണ്? ഫസ്റ്റ് നമുക്ക് അറിഞ്ഞു ആ ആപത്ത് വന്നു, ആ പ്രയാസം വന്നു, അപ്പൊ നമ്മളുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരിക്കണം? അൽഹംദുലില്ലാഹ്, എനിക്കിത് അള്ളാഹ് ഉദ്ദേശിച്ചതാണ്, ഞാൻ ഇതിൽ ഇതില് ഞാൻ ക്ഷമിച്ചു നിൽക്കുന്ന നമ്മളുടെ മനസ്സിൽ തോന്നണം അല്ലെ. ക്ഷമ എന്താണ്? കുറെ കാര്യത്തിൽ നമുക്ക് ക്ഷമിക്കേണ്ടി വരും അല്ലെ. അപ്പൊ എന്താണ്? നോ നെഗറ്റീവ് റിയാക്ഷൻ. ഇതിനൊന്നും എന്താണ് ഒരു നെഗറ്റീവ് റിയാക്ഷൻ അല്ല നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെന്താണ്? അതിൽ നമ്മൾ ക്ഷമിക്കുമ്പോൾ വിചാരിക്കേണ്ടത് ഇത് അള്ളാഹുവിന്റെ വിധിയാണ്, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എല്ലാം നടക്കുന്നുള്ളത് അല്ലെ. അങ്ങനെ നമ്മൾ അതിനെ ചിന്തിച്ച് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ അതിനെ സബർ ചെയ്യണം. പ്രയാസ സമയത്തും എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ശുക്രാണ് ചെയ്യേണ്ടത്. അൽഹംദുലില്ലാ. നമ്മൾ എന്താണ് നമുക്ക് സബർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും നമ്മളെ മനസ്സിലേക്ക് അൽഹംദുലില്ലാ വരും, ശുക്ർ വരും. നമുക്കറിയാം എന്താണ് അള്ളാഹു തആലാന്റെ തീരുമാനം എന്താണ്, വിധി, നമുക്ക് എന്തായാലും അത് ഖൈർ തന്നെയാണ്. നമുക്ക് അതിന്റെ ബാക്കിലുള്ള ഹിക്മത്ത് മനസ്സിലാവൂല, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാവില്ല. പക്ഷെ എന്താണ്, അള്ളാന്റെ വിധി അള്ളാന്റെ ഹിക്മത്തോട് കൂടിയാണ്, അത് എന്തായാലും നമുക്ക് ഖൈർ തന്നെയാണ്. നമ്മൾ എന്താണ് അൽഹംദുലില്ലാ പറയാം. അതിനുള്ള പ്രതിഫലം അല്ലാഹു തആല എന്തായാലും നമുക്ക് തരും ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്കറിയാം നമ്മള് എല്ലാ സാഹചര്യങ്ങളിലും അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. അതായത് നമുക്കറിയാം അയ്യൂബ് നബി അലൈഹിസ്സലാം എന്താണ് ആ പ്രയാസഘട്ടത്തിൽ ഉടനീളം എത്രയോ വർഷം നീണ്ടു നിന്ന പ്രയാസമാണ്. എന്നിട്ടും എന്താണ് നന്ദിയുള്ള അടിമയായിരുന്നു അല്ലെ. നന്ദികേടിന്റെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഒരു ദിവസം എന്താണ് നമുക്ക് എന്തെങ്കിലും ചെറിയ പനിയോ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ഓർക്കുക അയ്യൂബ് നബി അലൈഹിസ്സലാം എത്ര കാലത്തോളം, എത്ര കൊല്ലത്തോളം, എത്ര കഠിനമായ രോഗം എന്താണ് അനുഭവിച്ചു. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഇത്ര ചെറിയൊരു ഇതല്ലേ വന്നിട്ടുള്ളൂ, നമുക്ക് അത്ര ഒന്നും ഇല്ലല്ലോ. അവര് സഹിച്ചതിന്റെ ഒരു എന്താണ് ഒരു 0.001% എങ്കിലും നമുക്ക് എന്താണ് ബാധിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇത് ക്ഷമിക്കും, ഞാൻ എന്താണ് ഇതിന് അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യുന്നു പറഞ്ഞ് നമ്മൾ ഇരിക്കാം. നമ്മൾ എന്താണ് വിശ്വാസികൾ, ഏതൊരു കാര്യത്തിനും എന്താണ് അള്ളാഹു നമുക്ക് അത് ഖൈർ ഉദ്ദേശിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കത് എന്താണ് പ്രയാസം ഉണ്ടെങ്കിലും അത് നടന്നതെന്ന് വിശ്വസിക്കണം. എന്താണ് എല്ലാ കാര്യത്തിനും എന്താണ് അള്ളാഹു തആലക്ക് നന്ദിയുള്ളവനായിരിക്കണം. വെറും എന്താണ് അൽഹംദുലില്ലാ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മള് മനസ്സുകൊണ്ട് നമ്മൾ എന്താണ് എന്താണ് നമ്മൾ ആ നന്ദിയുള്ളവനാണെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ഇതൊക്കെ എനിക്ക് എന്താണ് ഹന്ത് തന്നെയാണ്, നല്ല തന്നെയാണ്. നമുക്കില്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കുക. ബാക്കിയുള്ളവർക്ക് എത്ര പ്രയാസമുണ്ട്, നമുക്ക് അത്രത്തോളം ഇല്ലല്ലോ. നമ്മൾ ഏറ്റവും നല്ല നിലയിലാണെന്ന് തിങ്ക് ചെയ്ത് നമ്മൾ ശുക്ർ ചെയ്യണം. പിന്നെന്താണ് ഒരു വിശ്വാസിക്ക് ഇതിലുള്ള അയ്യൂബ് നബി അലൈഹി സ്വലാമിലുള്ള പാഠം തവക്കുലാണ് അല്ലെ. അള്ളാഹുവിൽ മാത്രം ആശ്രയിക്കുകയും അവന്റെ മേൽ മാത്രം ഭാരം ഏൽപ്പിക്കലും. അതായത് എനിക്ക് അള്ളാഹു ഉണ്ട്, അള്ളാഹു മതി, അള്ളാഹു എന്റെ കാര്യം എല്ലാം നോക്കും, ഞാൻ അവൻക്ക് തവക്കുൽ ചെയ്തു. ഇപ്പം എന്താണ് അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ കഥ നോക്കിയാൽ നമുക്ക് അയ്യൂബ് നബി അലൈഹി സ്വലാമിന് രോഗം ബാധിച്ചു, സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കള് നഷ്ടപ്പെട്ടു. രോഗം ബാധിച്ചപ്പം ബന്ധുക്കളൊക്കെ അദ്ദേഹത്തെ. അപ്പം അദ്ദേഹം ഒരു വൈദ്യനെ, ഒരു ഡോക്ടർ ചെയ്തത്, അല്ലെങ്കിൽ പൈസ തവക്കുൽ ചെയ്തത്, അല്ലെങ്കിൽ മനുഷ്യന്മാരെയാണോ തവക്കുൽ ചെയ്തത്? അല്ല, ഇവരാരുമല്ല. ഇവരൊക്കെ തവക്കുൽ ചെയ്താൽ എല്ലാം പരാജയപ്പെടും. പക്ഷെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ അള്ളാഹു അതായത് വിശ്വാസിയായ അടിമയെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ അവന് മതി. നമുക്കതിന് എന്ത് റിസൾട്ട് ആയിക്കോട്ടെ, എന്താവട്ടെ, അൽഹംദുലില്ലാ, ഞാൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു, എനിക്ക് എന്താണോ ഖൈർ അത് അള്ളാഹു തരും, അങ്ങനെ വിശ്വസിക്കാം. അതേപോലെ നമുക്ക് ഇതിലുള്ള ഒരു പാഠം എന്താണ്? ആശ്വാസം എപ്പോഴും അടുത്താണ്.
അയ്യൂബ് നബി അലൈഹിസ്സലാമിന് എന്താണ് അള്ളാഹു തആല എല്ലാം തിരിച്ചു നൽകി അല്ലെ. സുബ്ഹാനല്ലാഹ്, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു നൽകി. എന്താണ് നല്ലൊരു ദറജയും നൽകി. അപ്പം നമ്മളും ചിന്തിക്കുക ആശ്വാസം എപ്പോഴും അടുത്താണ്. നമ്മൾ ചിന്തിക്കുക ഡേയ്സ് കൗണ്ട് ചെയ്യും. 1 ഡേ ആയി, 2 ഡേ ആയി, 3 ഡേ ആയി, ഇതെന്താ ഇങ്ങനെ. പക്ഷെ നമ്മൾ അങ്ങനല്ല. സുബ്ഹാനല്ലാഹ്, നമുക്ക് ആശ്വാസം അടുത്ത് തന്നെയാണ്. ഒരുപാട് കാലം പരീക്ഷണങ്ങൾ നിലനിൽക്കില്ല. അള്ളാഹുവിന്റെ വാഗ്ദാനം ഉണ്ടല്ലോ, അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു, അള്ളാഹു ഒരു ആത്മാവിനും അതിന് സഹിക്കാൻ കഴിയുന്നതിന് മീതെ ഭാരം ഏൽപ്പിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ പാഠത്തില് കുറെ മാതൃകകൾ ഉണ്ട് അല്ലെ. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളുടെ ജീവിതത്തില് പകർത്താൻ കഴിയട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പം എല്ലാവർക്കും ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന്, വിശ്വാസികളായ നമുക്ക് ഇതിൽ എന്തൊക്കെ പാഠങ്ങളുണ്ട്. ഒന്ന്, പരീക്ഷണങ്ങൾ ഈമാനിന്റെ ഒരു ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ക്ഷമയാണ് ഏറ്റവും വലിയ കരുത്ത്. പിന്നെ എല്ലാ സാഹചര്യങ്ങളിലും അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. അതേപോലെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാം. നമുക്ക് ഏതൊരു മീൻസും വേണ്ട, അള്ളാഹുവിലേക്ക് മാത്രം തവക്കുൽ ചെയ്താൽ മതി. 5, ആശ്വാസം എപ്പോഴും അടുത്താണെന്ന് വിശ്വസിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല എനിക്ക് ആശ്വാസം തരും. ഇതില് നമ്മളൊരു ദുആ ചെയ്യുമ്പോൾ അതെന്തായാലും അള്ളാഹു തആല കബൂൽ ചെയ്യുമെന്ന് വിശ്വസിക്കുക. അള്ളാഹു ആരാണ്? ഉത്തരം നൽകുന്നവനാണ്. അള്ളാഹു തആല എന്തായാലും നമ്മുടെ ദുആക്ക് ഉത്തരം നൽകും. നമ്മളുടെ പരീക്ഷണം മാറും, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഹൈർ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അത് അടുത്ത് തന്നെയാണ്. നമ്മളത് തിങ്ക് ചെയ്യും അത് കുറെ കാലങ്ങളായി. പക്ഷെ അടുത്ത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ആശ്വാസം എന്തായാലും ലഭിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ കേട്ടത് അനുസരിച്ച് എല്ലാവർക്കും ജീവിതത്തിൽ ആ മാതൃകകൾ ഉൾക്കൊള്ളിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൻ യാ ഉമ്മു ഹയാ ലാ വിസ്ത. അൽഹംദുലില്ലാഹ്. ഇന്ന മഅൽ ഉസ്രി യുസ്ര അല്ലേ. അൽഹംദുലില്ലാഹ്. തീർച്ചയായും പ്രയാസത്തോടൊപ്പം ഒരു എളുപ്പവും ഉണ്ടാവും. റബ്ബ് നമ്മളോട് പറയുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിന്നും നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും റബ്ബ് അതിനെ അനുഗ്രഹം ചെയ്യട്ടെ, തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്കുള്ള അവസരമാണ്. അൽഹംദുലില്ലാഹ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനോട് സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ള ഫീഡ്ബാക്കുകൾ, അതേപോലെ നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുള്ള ടൈമാണ്. ഇൻഷാ അല്ലാഹ് ഹാൻഡ് റൈസ് അതിനനുസരിച്ചിട്ട് വിളിക്കാട്ടോ. ഇൻഷാ അല്ലാഹ്. ഓക്കെ നൗഷീൻത, ഇൻഷാ അല്ലാഹ്.